ഹലോ മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ പ്രീ കീം എക്സാം അടുത്തെത്തിക്കഴിഞ്ഞു. ഈ വരുന്ന April 7th നമ്മുടെ പ്രീ കീം എക്സാം. നമ്മുടെ കീം എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് എന്താണ് കീം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്ന ഒരു അടിപൊളി എക്സാം ആയിരിക്കും നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നടത്തുന്ന ഈ ഒരു പ്രീ കീം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് വഴിയായിട്ട് മക്കളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ കീം എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് കൂളായിട്ട് വന്നിരുന്ന നമ്മുടെ ഈ ഒരു പ്രീ കീം എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കീം എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ നടത്തുന്ന എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ഫീൽഡ് മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കീം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കീം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ സാധാരണയായിട്ട് ഫോളോ ചെയ്യേണ്ടത്, അതേപോലത്തെ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് നമ്മുടെ പ്രീ കീം എക്സാമിനും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾ വരേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ കീം എക്സാം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കേരളം നടത്തുന്ന നമ്മുടെ കീം എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പക്ഷേ നമ്മൾ എക്സാം വിന്നർ ഫാമിലി നടത്തുന്ന ഈ വരുന്ന പ്രീ കീം എക്സാം എന്ന് പറയുന്നത് OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ OMR ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, OMR ഷീറ്റിലാണ് നമ്മുടെ എക്സാം നടത്തുക. ഓക്കെ, അപ്പോൾ OMR ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് നമ്മുടെ. ഇതുപോലെ നമുക്ക് ഒരു OMR ഷീറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു OMR ഷീറ്റിൽ നമുക്കറിയാം ഓരോ ക്വസ്റ്റിനും നേരെയായിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവും. അപ്പോൾ 4 ബബിൾസ് ഉണ്ടായിരിക്കും. ആ 4 ബബിൾസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബബിൾ ഇത് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതാണോ ശരിയായിട്ടുള്ള ഓപ്ഷൻ അവിടെ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ OMR ബേസിലായിരിക്കും നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ സർക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ബ്ലൂ ബോൾ പെൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെൻ, ഇതിൽ ഏതെങ്കിലും കളറിലുള്ള ബോൾ പെൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഒരു ഉത്തരത്തിന് ഒന്നിൽ കൂടുതൽ എന്ത് പാടില്ല, ഫില്ലിങ്സ് പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം 4 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ, 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് പാടില്ല. ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫുൾ ഫില്ല് ചെയ്യാതെ നമ്മൾ പകുതി മാത്രം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആൻസർ ആയിട്ട് നമ്മൾ കൂട്ടില്ല. കാരണം ഇത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറാണ് ഇത് റീഡ് ചെയ്യുക. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ അത് ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. സോ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കറപ്പിച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് OMR ബേസിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓൾറെഡി നമ്മുടെ ഷീറ്റിൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ റോൾ നമ്പർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാം ഫില്ല് ചെയ്യുന്നത് ഈ ഒരു OMR ബേസിൽ തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു എക്സാമിന് ഏതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് +1 നമ്മുടെ സാധാരണ കീമിന് നമ്മൾ +1 +2 ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾ +1 ആയതുകൊണ്ട് തന്നെ +1 സിലബസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിട്ട് പോകേണ്ടത്. ഈ +1 സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫുൾ ഈ ഒരു കീം എക്സാം, പ്രീ കീം എക്സാം എന്ന് പറയുന്നത് +1 സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കിട്ടുന്ന ഈ ഒരു സമയത്ത് അടിപൊളിയായിട്ട് നമ്മുടെ സിലബസ് ഒക്കെ കവർ ചെയ്ത് സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് എക്സാമിന് വേണ്ടിയിട്ട് ഫുള്ളി പ്രിപ്പയർഡ് ആവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു മിസ് പറഞ്ഞു ഓൾറെഡി നമ്മുടെ എന്താണ് നമ്മുടെ കേരള സർക്കുലറിൽ വന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നമുക്കും ബാധകമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ നേരത്തെ തന്നെ എത്തിച്ചേരുക. നമുക്ക് 10 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ എക്സാം. 3 മണിക്കൂറിൻ്റെ എക്സാം ഡ്യൂറേഷനാണ് നിങ്ങൾക്കുള്ളത്. 3 മണിക്കൂറാണ് നമ്മുടെ എക്സാം എഴുതാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ പ്രീ നീറ്റ് എഴുതുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. പ്രീ കീമിൻ്റെ കൂടെ തന്നെ പ്രീ നീറ്റ് ഉണ്ടായിരിക്കും ആ സെൻറ്ററിൽ. അപ്പോൾ അവർ 3.5 മണിക്കൂർ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളത് ആലോചിക്കേണ്ട, നിങ്ങൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ 3 മണിക്കൂറാണ് നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ 10 മണിക്കാണ് എത്തേണ്ടത്, ഒരിക്കലല്ല 9 മണിക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റേഴ്സിൽ എത്തേണ്ടതാണ് കേട്ടോ. മിനിമം 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സെൻറ്റേഴ്സിൽ, നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. സെൻറ്റേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ടൈമിൽ 9 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തേണ്ടതാണ്. മിനിമം 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എല്ലാവരും എത്തണം. അതുപോലെ തന്നെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം, നമുക്കറിയാം നമ്മുടെ ഒരു ഹോൾ ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. എക്സാമിനേഷൻ ഹാളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ സീറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ പോലും OMR ബേസ്ഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സീറ്റിൽ വേണം നിങ്ങൾ പോയിരിക്കാനായിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇൻ്റർചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടുന്ന് ഗൈഡൻസ് തരുന്നത് അതിനനുസരിച്ച് തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ
എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ്, നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കും, നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ID, അത് നിങ്ങൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന നമ്മുടെ ആധാറാണ്. അപ്പോൾ ആധാർ ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ അത് കൈ പിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓതറൈസ്ഡ് ഫോട്ടോ ID, ഒറിജിനൽ ആയിട്ടുള്ള ഒരു ID നിങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ വോട്ടർ ID കാർഡ് ആണെങ്കിൽ അങ്ങനെ, അതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ID കാർഡ് പ്രോപ്പറായിട്ട്, ആധാറാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുക, അപ്പോൾ ആധാർ കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പ്രോപ്പറായിട്ട് മറക്കാതെ കൊണ്ടുവരും. അപ്പോൾ ആധാർ കാർഡ് അതുപോലെ ഹോൾ ടിക്കറ്റ്, ഈ 2 കാര്യങ്ങളും എന്തായാലും മറക്കരുത്. കാരണം നമുക്ക് വെരിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എന്താണ്, പെൻസില്, പേന, അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട മക്കളെ, ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെൻസിൽ, പേന, ഈ കാര്യങ്ങൾ മിസ്സിന് പറയാനുള്ളത് എന്താണ്, നമ്മൾ പേപ്പർ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പേപ്പർ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് അഡീഷണൽ ഷീറ്റ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ താഴെയും തന്നെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടായിരിക്കും. അത് ചെയ്യാനായിട്ടുള്ള റഫ് ഷീറ്റും കാര്യങ്ങളും ഏറ്റവും ബാക്കിൽ ഒരു ഷീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഷീറ്റിൻ്റെ ആവശ്യം നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്, പെൻ നിങ്ങൾ എല്ലാവരും കൊണ്ടുവരണം, പേന നിങ്ങൾ എല്ലാവരും കൊണ്ടുവരണം. അപ്പോൾ അത് പേന കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിലുള്ള ബോൾ പെൻ വേണം നിങ്ങൾ കൊണ്ടുവരാനായിട്ട്. മഷിപ്പെന്നും ഇങ്കുള്ളതൊന്നും കൊണ്ടുവരരുത്. ബോൾ പെൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ OMR ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്തിരുന്നത്. അപ്പോൾ ബോൾ പെൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, ഇതിലേതെങ്കിലും ഒരു കളർ കേട്ടോ. നീല അല്ലെങ്കിൽ കറുപ്പ് മഷിയുള്ള പേനയാണ് മക്കളെ എല്ലാവരും കയ്യിൽ കരുതേണ്ടത്. പിന്നെ വേറെ കാര്യങ്ങളായി നമ്മുടെ കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എല്ലാ എക്സാമിനും പറയുന്നത് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അനുവദിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ക്യാമറ, അതുപോലെ ഡിജിറ്റൽ വാച്ച്, കാൽക്കുലേറ്റർ, ബ്ലൂടൂത്ത്, ഇയർഫോൺ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പെർമിറ്റ് ചെയ്യുന്നതല്ല. അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ കോപ്പി അടിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് എക്സാമിന് ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. സോ ആ കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച് സീരിയസ് ആയിട്ട് തന്നെ എക്സാം എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ നീറ്റ് എക്സാമിനുള്ളത് പോലെ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊന്നും നമുക്കില്ല കേട്ടോ. ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ഓക്കെ, ഫോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ധരിക്കാം. അങ്ങനെ ഇന്ന കളർ അല്ലെങ്കിൽ ഇങ്ങനെ പാറ്റേൺ, സ്ലീവ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫോർമലായിട്ട് ഒരു എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഡ്രസ് കോഡ് ഉണ്ടാവേണ്ടത്. ആ ഒരു ഡ്രസ് കോഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം നിങ്ങൾക്ക് കയ്യിൽ കരുതാം കേട്ടോ. വെള്ളം ഇപ്പോൾ നല്ല ചൂടൊക്കെയാണ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു വാട്ടർ ബോട്ടിൽ, അതും മെയിൻലി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻറ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളൊരു വാട്ടർ ബോട്ടിൽ എന്തായാലും എല്ലാവരും കരുതാം, മസ്റ്റായിട്ടും കരുതുക. കാരണം അത്രയും ചൂടും കാര്യങ്ങളൊക്കെയാണ്. സോ വാട്ടർ ബോട്ടിൽ എന്തായാലും മറക്കാതെ കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനിടയിൽ കോപ്പി ഇടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണീറ്റ് എന്നാൽ അവിടെ ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. ആളുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവിജിലേറ്റർ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ എക്സാമിന് കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ 3 മണിക്കൂർ സമയമുണ്ട്. ഈ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് കെമിസ്ട്രിയിലെ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 30 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിലെ 45 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മാത്തമാറ്റിക്സിനാണ്, 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനഫ് ടൈം ഉണ്ടായിരിക്കും, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ കാര്യങ്ങൾ മിസ് പറഞ്ഞു, വർക്കൗട്ട് ചെയ്യാനായിട്ട് എന്തുണ്ടായിരിക്കും, നമുക്ക് റഫ് ഷീറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, +1ൻ്റെ സിലബസ് നോക്കി പഠിക്കുക, അടിപൊളിയായിട്ട് അങ്ങോട്ട് എക്സാം എഴുതാനായിട്ട് വരിക. അപ്പോൾ എക്സാം എഴുതുമ്പോൾ മിസ് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നിങ്ങളെ പെൻ എടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, അതുപോലെ ഹാൾ ടിക്കറ്റ്, അതുപോലെ ആധാർ, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. ഇത് എന്തായാലും നിങ്ങൾ ക്യാരി ചെയ്യണം, എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ എക്സാം സെൻറ്ററിൽ മിസ് പറഞ്ഞ പോലെ 10 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ 9:30 നിങ്ങൾ വരേണ്ടത്. മിനിമം 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്റേഴ്സിൽ എത്താനായിട്ട് നോക്കുക, ഒട്ടും ലേറ്റ് ആക്കരുത്. അപ്പോൾ പ്രോപ്പർ ടൈമിൽ അടിപൊളിയായിട്ട് വരിക, +1 സിലബസ് പക്കാ സെറ്റാക്കി പഠിക്കുക. നമ്മുടെ എക്സാമിന് ഫാമിലിയുടെ ഒപ്പം ഈ വരുന്ന പ്രീ കീം എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതിയെടുക്കാം.